ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? എനിക്ക് അത്ര വലിയ സുഖമൊന്നുമില്ല, ചെറിയൊരു കോൾഡും കാര്യങ്ങളൊക്കെ കിട്ടിയാണ്. അത് നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവണുണ്ടാവും. പക്ഷേ കോൾഡ് വന്നാലും പനി വന്നാലും വീഡിയോ ഇട്ടില്ലെങ്കിൽ സമാധാനം കിട്ടൂല. അങ്ങനെ ഇരിക്കെ എന്തുണ്ടാക്കും എന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് പണ്ടെങ്ങാണ്ടോ ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അതാക്കിക്കാളാന്ന് കരുതി. പൊതുവേ എനിക്ക് പനി വരുന്ന സമയത്താണ് ഞാൻ കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആവണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ, പണ്ട് ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലൊരു പനി വന്നതായിരുന്നേ. പനി പിടിച്ച് ബോറടിച്ചപ്പോൾ കുറച്ച് ക്രിയേറ്റീവ് ആവാൻ നോക്കിയതാണ്. എൻ്റെ ഫ്രണ്ടിലെ മുടി ഒരു ചെറിയ കത്രിക എടുത്തിട്ട് അങ്ങ് വെട്ടി നോക്കി. ലാസ്റ്റ് എലി മുടി കരണ്ട് തിന്ന പോലെ മുടി വെട്ടിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷം പിന്നെ എന്താ സംഭവിച്ചത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ അല്ലേ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എൻ്റെ ക്രിയേറ്റിവിറ്റീൻ്റെ ലെവൽ. അപ്പോൾ വർത്താനം പറഞ്ഞ് നമ്മൾ വേറെ ഏതൊക്കെയോ വൈക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ പനി പിടിച്ച ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐറ്റം ഒരു ഡെസ്ക് ഡെക്കോർന്നോ ഹോം ഡെക്കോർന്നോ അങ്ങനെ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. ഇത് കംപ്ലീറ്റ്ലി നമ്മൾ പേപ്പർ കൊണ്ടും കാർഡ്ബോർഡ് കൊണ്ടും ആട്ടോ ഉണ്ടാക്കുന്നത്. കാർഡ്ബോർഡ് എന്ന് പറയാനൊന്നുമില്ല, ഒരു ചെറിയ കഷ്ണം കാർഡ്ബോർഡ് മതി, ബാക്കി കംപ്ലീറ്റ് പേപ്പറാണ്. നിങ്ങളുടെ കൈമിൽ A4 ഷീറ്റ് ഉണ്ടാവില്ലേ? അങ്ങനത്തെ ഒരു 10-20 A4 ഷീറ്റ് ഉണ്ടെങ്കിൽ പരിപാടി കൂളായിട്ട് നടക്കും. ഇനിയിപ്പോൾ യൂസ് ചെയ്യാത്ത A4 ഷീറ്റ് വേണമെന്നില്ല, യൂസ്ഡ് ആയിട്ടുള്ള A4 ഷീറ്റോ അല്ലെങ്കിൽ വല്ല നോട്ടീസ് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെച്ചാൽ മതി. ഇനി അതും ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ന്യൂസ് പേപ്പർ ഉണ്ടാവല്ലോ, അതായാലും സെറ്റാക്കാം. ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ടാസ്ക് ആയിട്ട് വരുന്നത് ഇതേപോലെ പേപ്പർ ചുറ്റിയിട്ട് റിങ് പോലെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. റിങ്ങിന്റെ സൈസ് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ എടുക്കുന്ന പാത്രത്തിന്റെ സൈസ് വലുതോ ചെറുതോ ആണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ ചെറിയ സൈസിൽ റിങ് ഉണ്ടാക്കണം നല്ലതെന്ന്. ഇതാകുമ്പോൾ കുറച്ചും കൂടെ തിക്കിൽ നിൽക്കണ പോലെ എനിക്ക് തോന്നി. അങ്ങനെ നിൽക്കുമ്പോൾ പേപ്പർ പെട്ടെന്ന് മടങ്ങി പോലല്ലോ. അപ്പോൾ അതുപോലെയൊക്കെ എന്നിട്ട് ഈ പേപ്പർ റിങ് ഉണ്ടല്ലോ, അത് ഇതേപോലെ അടുപ്പിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനത്തെ ഒരു 4 സെറ്റെണ്ണം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇനി വേറൊരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്യുക. ഇതിനൊന്ന് പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് 4 കാലുകൾ ഉണ്ടാക്കി കൊടുക്കുക. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്ട്രോ ഒക്കെയാണ് ഓർമ്മ വന്ന്. അതെന്തിലാവട്ടെ. ഇനി നെക്സ്റ്റ് പരിപാടി ഈ കാല് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച റിങ്ങിന്റെ സംഭവം ഉണ്ടല്ലോ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ 4 ഭാഗത്തും നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിപാടി സെറ്റ്. ഇനി മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഉണങ്ങാൻ വെക്കൽ. ഇത് പേപ്പർ ആയതുകൊണ്ടും കാണാൻ ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ടും ഇത് പെട്ടെന്ന് ഉണങ്ങുന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കരുത്. അത്യാവശ്യം നല്ല സമയം എടുത്തിട്ട് ഉണങ്ങാൻ വെക്കണം, ഇല്ലെങ്കിൽ ഉറപ്പാണ് അത് പൊടിഞ്ഞ് താഴെ വീഴും. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൽ എന്തിട്ട് വെക്കണം എന്നുള്ളത് ഇപ്പോഴും എനിക്കൊരു പിടിയില്ല. കാരണം ഇത് മൾട്ടി പർപ്പസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വേണമെങ്കിൽ പെൻസിലും പെന്നൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു പെൻ ഹോൾഡർ ആക്കാം. ഇനി അതല്ലെങ്കിൽ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് പ്ലാൻ പോട്ടും ആക്കാം. ഇനി അതും ഇല്ലെങ്കിൽ ഷോക്കേസിനുള്ളിലോ ടേബിളിന്റെ മുകളിലൊക്കെ ഷോയ്ക്ക് ആയിട്ട് വെക്കാം. ഇനി ഒരു കാര്യം പറയാം, ഈ കൂട്ടി ഒട്ടിക്കുന്ന സ്റ്റെപ്പ് വരയ്ക്കും അത്യാവശ്യം ക്ഷമ കാണിച്ചിട്ടുണ്ടെങ്കിൽ പരിപാടി സിമ്പിളാണ്. പക്ഷേ ഇതിനുശേഷം പെയിന്റ് ബ്രഷ് എടുത്തപ്പോഴാണ് ഇത് ഇത്രയും പാടായിരുന്നു എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയത്. സംഗതി വേറെ ഒന്നുമല്ല, പണ്ട് തൊട്ട് എനിക്ക് ഈ ബ്രഷും പെയിന്റ് എടുക്കൽ കുറച്ച് പടിയുള്ള പരിപാടിയാണ്. ഈ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൃത്തികേടാവുമ്പോൾ എന്തോ ഒരു മെസ്സി ഫീലാണ്. അതുകൊണ്ടാട്ടോ, വല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പെയിന്റ് ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ട് സംഗതി സെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു മെസ്സി ഫീലൊക്കെ മനസ്സിന്ന് മറന്നു. അന്നേരം മനസ്സിലൊരു പ്രത്യേക തരം സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ആയിരിക്കും. ഇതിൻ്റെ ഇടക്ക് ഞാനൊരു സ്റ്റെപ്പ് പറയാൻ വിട്ടുപോയി. സംഗതി വേറെ ഒന്നുമല്ല, ഇങ്ങനെ 4 കാലുകൾക്കും 4 സ്റ്റാൻഡ് പോലത്തെ ഒരു സംഭവം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതേപോലത്തെ ഡെസ്ക് ഡെക്കോർ ഐറ്റംസും ഹോം ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഡിസൈൻസിൽ കിട്ടുമല്ലേ. ഇപ്പൊ ഉണ്ടാക്കിയ ഈ ഐറ്റം പൊതുവെ വുഡിലൊക്കെയാണ് സാധാരണ കണ്ടുവരാറ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ ഒട്ടുക്കത്തെ പ്രൈസ് ആയിരിക്കും. പോക്കറ്റ് കീറാൻ അത് പോരെ, എന്തിനാ വെറുതെ റിസ്ക് എടുക്കണേ? വീട്ടിൽ കിടക്കല്ലേ ഇഷ്ടം പോലെ പേപ്പറുകൾ. ഒരു ദിവസം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിലുള്ളവരെ തുടങ്ങി വീട്ടിൽ വിരുന്ന് വരുന്ന ആൾക്കാർ വരെ ഒന്ന് ഞെട്ടോ. നിങ്ങൾക്ക് ഒരു കഴിവില്ല എന്ന് പറഞ്ഞ ആൾക്കാർ വരെ ഈ കുട്ടിക്ക് ഇത്രയും കഴിവുണ്ടോ എന്ന് വരെ മാറ്റി പറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതേപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് DIYs ഒക്കെ ഇനിയും നിങ്ങൾക്ക് കാണണ്ടേ? കാണണമെന്നുണ്ടെങ്കിൽ സമയം കളയണ്ട, നേരെ പോയി സബ്സ്ക്രൈബ് ചെയ്തോളി. സബ്സ്ക്രൈബ് മാത്രം പോരാ, നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് അടുത്ത തവണ ഇതേപോലത്തെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഐറ്റംസും ഇഷ്ടമാണെന്നുള്ള ഓർമ്മ വരുള്ളൂ. ഇതിന്റെ കൂട്ടത്തിൽ ഈ വയ്യാത്ത കുട്ടി ഇത്രയും വർത്താനം പറഞ്ഞതല്ലേ, ഒരു ലൈക്കും കൂടെ തന്നിട്ട് പോയിക്കോളൂ. അപ്പൊ ഇനി പനിയൊക്കെ മാറിയിട്ട് അടുത്ത വീഡിയോയിൽ പാക്കലാം. അപ്പൊ ഓക്കെ, ബൈ.